പ്രത്യേകിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടാൻ കറികളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി, മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, അതിൻ്റെ കൂടെ കുറച്ച് പുതിനയില, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം എണ്ണയിലൊന്ന് ചൂടായി വരണം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായി ഒന്ന് തിളച്ച് വരണം. നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരും. തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനായിട്ട് 3 താറാമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് ചോറ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി ചോറും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീയുടെ ഫ്ലോ ഒന്ന് കൂട്ടി വെക്കാം. മറ്റ് അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. സംഭവം ഒരു ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി ഓഫാക്കാം.